നമ്മുടെ നാടിതെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഒരുപാട് കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കൊലക്കേസ് പ്രതികൾ തോന്നിവാസം പോലെ പരോളുകൾ നേടിയെടുക്കുന്നു. രാഷ്ട്രീയ ചായ്വുള്ളതുകൊണ്ട്. അവർ നടത്തിയത് രാഷ്ട്രീയ കൊലപാതകമല്ലേ? TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നു. അതിന് തൊട്ട് മുമ്പ് വരെ TP ചന്ദ്രശേഖരൻ അതേ പാർട്ടിക്കാരനായിരുന്നു. പക്ഷേ ആ സഖാവിനെ ഇതേപോലെ വെട്ടിക്കൊന്നത് ആരുമല്ല, ഈ പാർട്ടിയുടെ തന്നെ ആളുകളാണ്. അവസാനം അത് കോടതി പോയി കേസ് ശിക്ഷിച്ചു. അതിൻ്റെ ഗൂഢാലോചന മാത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ കേസ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന ഇതുവരെ ശരിയായ അന്വേഷണത്തിന് വിധേയമായിട്ടില്ല. അതാണ് പ്രശ്നം. ഇതിന് മേളിൽ ഒരു വലിയ വൈറ്റ് കോൺസ്പിറസി ഉണ്ട് എന്നുള്ളതിന് സംശയമൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. അത് ശ്രീമതി രമ കരഞ്ഞു പറയുന്നുണ്ട്. പക്ഷേ ഇതാരെ കേൾക്കാൻ, എവിടെ പോകാൻ? യഥാർത്ഥത്തിൽ അത് CBI ആ അന്വേഷണം CBI നടത്തി തെളിവെടുത്ത് തീരുമാനിക്കേണ്ടതാണ് ഗൂഢാലോചന. കാരണം ഈ കൊലക്കേസിൽ ശിക്ഷിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇതിൻ്റെ പുറകിൽ മേളിയിരുന്ന് ആജ്ഞ കൊടുത്തൊക്കുന്നവന്മാരുണ്ടല്ലോ, യജമാനന്മാർ, അവന്മാരും കൂടെ അകത്താവണം. അതാണ് വേണ്ടത്. പക്ഷേ അതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല, എളുപ്പമുള്ള കാര്യവുമല്ല. ഇനി അവർ ഈ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടേക്കുന്ന പ്രതികൾ നേടിയെടുത്തേക്കുന്ന, അതിലെ മെയിൻ പ്രതിയൊക്കെ നേടിയെടുത്തേക്കുന്ന പരോളെന്ന് പറയുന്നുണ്ടല്ലോ, എത്ര നാളെന്ന് അറിയാമോ പരോള്? അവൻ ജയിലിൽ കിടക്കുന്ന ദിവസങ്ങളെ കഴിഞ്ഞ് കൂടുതലാണ് പരോള് വന്നേക്കുന്നത്. ആ രീതിയിൽ അവർക്ക് കിട്ടും. കുറ്റമല്ല പിന്നെ എന്തിനും ജയിൽ? അവൻ്റെ വീട്ടിൽ പറഞ്ഞാൽ വെച്ചാൽ പോരെ. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാർ അത് എടുക്കുന്നു. അവർ പോലീസിനെ കാവൽ നിർത്തിക്കൊണ്ട് അവന്മാർ മദ്യപാനം നടത്തുന്നു നട റോഡിൽ. അതുണ്ടായി. ഇപ്പം അതിന് കേസെടുക്കാൻ തലശ്ശേരി പോലീസ് തയ്യാറല്ല. കാരണം എന്താണെന്നറിയോ? തെളിവില്ല, പരാതിയില്ല. ആർക്കും പരാതിക്കാരും പരാതിക്കാർ ഈ പറയുന്ന പോലീസേ, ഈ പരാതിക്കാരെന്ന് പറയുന്നത് നിങ്ങളാണ് ആവേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടില്ലേ? എന്തിനാ സസ്പെൻഡ് ചെയ്തേ? ഇവർക്ക് മദ്യപിക്കാനെ അരങ്ങൊരുക്കി കൊടുത്തു എന്നുള്ള കുറ്റം പറഞ്ഞല്ലേ സസ്പെൻഡ് ചെയ്തേക്കുന്നത്. അവന്മാർ ഭയന്ന് ചെയ്തേക്കുന്നതാണ്. കാരണം എന്തെന്നറിയോ? നീ മദ്യപിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ്റെ തല കാണത്തില്ല പിറ്റേന്ന്, അല്ലെ അടികൊള്ളും, പൊതുരത്തെ അടികൊള്ളും, അല്ലെ ജോലി കാണത്തില്ല. കാരണം മേളിൽ നിന്നുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ ഇവനെല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ്. എന്തിനു പറയുന്നു? ഞാൻ പറഞ്ഞു കേട്ടത് പുറത്ത് പറയാൻ കൊള്ളത്തില്ല. അവന്മാർ ചെയ്തു കൊടുക്കുന്ന ഇടപാടുകൾ, ഈ പോലീസുകാർ നിശബ്ദ സാക്ഷികളായിട്ട് നിൽക്കേണ്ട ഗതികേട്, അത് ഈ സർക്കാരിൻ്റെ കാലത്തേ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി അത് നിങ്ങൾ അങ്ങനെ ഭരിച്ചോളൂ, നല്ലതാണ്, പൊക്കോട്ടെ. ഇനി കേസെടുക്കാത്തതിൻ്റെ കാര്യം എന്താ? അവർ മദ്യം കുടിച്ചതിൻ്റെ തെളിവ് ശരിയാണ്. ജൂലൈ 17-ാം തീയതി മദ്യപിച്ചു കഴിഞ്ഞാൽ അവനെ പിന്നെ ഇത് പുറത്തറിയുന്നത് ഏതാണ്ട് 30-ാം തീയതിയാണ്. അപ്പോൾ പിന്നെ ഈ ബ്ലഡിൽ നിന്ന് ഇത് കിട്ടുമോ? 24 hours ബ്ലഡിൽ നിന്ന് കിട്ടും. ആൾക്കോളിൻ്റെ പെർസെൻറ്റേജ് ഇത് എല്ലാം കറക്റ്റ് കിട്ടും. ഇത് കഴിഞ്ഞത് കിട്ടത്തില്ല. പിന്നെ അവന്മാർ അവർ മദ്യപിക്കുന്നത് കണ്ടാൽ എല്ലാവർക്കും അറിയാം ഇത് മദ്യപിക്കുന്നതാണെന്ന് അറിയാം. പക്ഷേ മദ്യമാണെന്നുള്ളതിന് തെളിവില്ല. അത് ശരിയാണ്. ആ കാറിൻ്റെ നമ്പറുണ്ട്, ഇതെല്ലാം ഉണ്ട്. തെളിവെടുക്കാനൊക്കെ ആണെങ്കിൽ തെളിവെടുക്കാം. അത് നിങ്ങൾ ചെയ്യത്തില്ല. എന്നിട്ടാണ് ഈ ഞാൻ പറയുന്നത്. അതങ്ങ് കളഞ്ഞേക്കാം. ഇതിനു മുമ്പ് ഏതാണ്ട് 30 വർഷമായി ഇവിടെ ഒരാളെ കാല് 2 വെട്ടിയെടുത്തല്ലോ. 2 കാലങ്ങ് വെട്ടിയെടുത്തു. എന്തിനാ? അയാൾ RSകാരനാണ്. അതാണ് അയാളുടെ പ്രശ്നം. അദ്ദേഹം ഇപ്പോൾ രാജ്യസഭ MP ആയിട്ട് ഇപ്പോൾ നിയമിതനായി. അപ്പോൾ അയാളുടെ കാല് വെട്ടിയെടുത്തതിൻ്റെ കേസുണ്ടല്ലോ, അതിനകത്ത് പണ്ട് കിട്ടിയ ശിക്ഷ 30 വർഷം കേട്ടോ. ഒന്നാലോചിച്ച്, സംഭവം നടന്നിട്ട് 30 വർഷമായി. ആ പ്രതികൾ അവർ കൊണ്ടുവന്ന് അപ്പീൽ കൊടുത്തു. അത് അവസാനം ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. ഹൈക്കോടതി അപ്പീൽ തള്ളിയിട്ട് ഹൈക്കോടതി ഇതിൻ്റെ ഫൈനുണ്ടല്ലോ അടിച്ചത് 25,000 രൂപ എന്നുള്ളത് 50,000 രൂപയും കൂടെ ഫൈന് അധികമാക്കി കൊടുത്തു. അത്രയും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനുശേഷം എന്തുവാ, ഈ മാന്യന്മാരെ അവിടെ കൊണ്ട് നിർത്തിയില്ല. ഈ സെൻറ്റൻസൊക്കെ സസ്പെൻഡ് ചെയ്തേക്കല്ലേ. അപ്പോൾ ജയിലിൽ പോണ്ട. അത് കഴിഞ്ഞ് സുപ്രീം കോടതി SLPയും കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ സുപ്രീം കോടതി ഉണ്ടല്ലോ, അതിൽ നോക്കാൻ പോലും തയ്യാറായില്ല. തള്ളി ദൂരെ കളഞ്ഞു, തീർന്നു. അങ്ങനെ ആയപ്പോൾ വേറെ മാർഗമില്ല, ഈ ശിക്ഷ നടപ്പാക്കിയാലേ പറ്റൂ. അപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്ന് വാറണ്ട് വന്നു. വാറണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കീഴടങ്ങണമല്ലോ. ഇനി വേറെ മാർഗം, ഇനി സുപ്രീം കോടതി കഴിഞ്ഞ് വേറെ കോടതി ഇല്ലാത്തതുകൊണ്ട് ഇതിവിടെ നിന്നു. 30 വർഷം ഒരാളുടെ 2 കാലും പോയതാണ് ആ മനുഷ്യൻ്റെ. ഞാൻ ആളിൻ്റെ പേര് പറയണ്ടെന്ന് തന്നെ വിചാരിച്ചതാണ്. 2 വർഷം, ഈ 30 വർഷമായി ഒരാളിന് 2 കാലും പോയിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശിക്ഷയാണിത്. ഇതിൽ ഈ നേതാക്കന്മാർ എല്ലാം അവരെ വളരെ
അവർ എല്ലാം കൂടെ ജയിലിൽ പോവുകയാണ്. എല്ലാം പയ്യന്മാരാണ് കേട്ടോ. 61 വയസ്സ് മുതൽ ഒരാൾക്കുള്ള 61, ബാക്കി 65 മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ള പയ്യന്മാരാണ് ഇവർ. ഇനി യവന്മാർ ഇനി ആ ജയിലിൽ കിടക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ അവിടെ ഈ മുഴുവൻ സഖാക്കളൊക്കെ ചേർന്നു ഇംഗ്ലീഷ് വിളിച്ചു. ശ്രീ VS അച്യുതാനന്ദന്, മരിച്ചുപോയ VS അച്യുതാനന്ദന് ഇംഗ്ലീഷ് വിളിച്ച് നമുക്ക് മനസ്സിലാവും ഞങ്ങളെ നയിച്ച നേതാവേ എന്ന്. ശരിയാണ്, VS നയിച്ചിരുന്നു. ഈ യവന്മാർക്ക് വേണ്ടി ഇതേ മുദ്രാവാക്യം, ഞങ്ങളെ നയിച്ച നേതാക്കളെ കേട്ടോ. യവന്മാർ നയിക്കുന്നേ. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കല്ലോ. നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇതാണ് നയം. എന്നിട്ട് ഈ വിളിക്കിച്ച കൂട്ടത്തിൽ ഇവരെ യാത്ര അയക്കാൻ വന്ന ആരൊക്കെയാണെന്നറിയോ? ഞാൻ വളരെയേറെ ബഹുമാനിച്ചിരുന്ന ശ്രീ KK ശൈലജ, നമ്മുടെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി. നല്ലൊരു മന്ത്രിയായിരുന്നു അവർ. വളരെ വിവരമുള്ള ഒരു നേതാവായിട്ട് ഞാൻ കണക്കാക്കിയിരുന്നവരാണ്. പക്ഷേ അവരും കൂടെ പോയി നിന്ന് ഈ മുദ്രാവാക്യം വിളിച്ചതുണ്ടല്ലോ, ഈ സിന്താബ വിളിച്ചത്, എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കാരണം കോടതി നമ്മുടെ നിയമവ്യവസ്ഥ ശിക്ഷിച്ച് അകത്തേക്ക് വിട്ടയക്കുന്ന പ്രതികളാണ്. അവന്മാർക്ക് ഗംഭീര യാത്രയപ്പം കൊടുത്ത് വീരപരിവേഷം നൽകി, കാരണം രാജ്യം കീഴടക്കിയിട്ട് വന്നേക്കല്ലേ, അങ്ങനെ അങ്ങോട്ട് വിട്ടേക്കാണ് അവരെ ജയിലിലോട്ട്. എന്നിട്ട് ജയിലിൻ്റെ അവിടെ KK രാഗേഷ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുൻ നേരത്തെ ഉണ്ടായിരുന്ന സെക്രട്ടറി ഉണ്ടല്ലോ, അയാൾ PA പോയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലയുടെ നേതാവാണ് കേട്ടോ, അതായത് CPM-ൻ്റെ. അപ്പോൾ അത് ഉണ്ട്. പിന്നെ ജയിൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് കേട്ടോ. അതിലുള്ള ഒരു അംഗം ശ്രീമതി സരള, നല്ല അംഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ജയിൽ അഡ്വൈസറി കമ്മിറ്റി. യവന്മാർ ജയിലിൽ പോയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കും അവർ. ഏതായാലും ഒരു കാര്യമുണ്ടായി. ഈ വാദമൊക്കെ വരുന്ന കാലമാണല്ലോ. ഈ വയസ്സാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ, ഒരുപാട് അരിഷ്ടതകളൊക്കെ വന്ന് കയറും. അതൊക്കെ ഇനി ജയിലിൽ കിടന്ന് ഈ എണ്ണയൊക്കെ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ. അതൊക്കെ ഇനി നടക്കാൻ പോകുന്നത്. പക്ഷേ അതൊന്നും വേണ്ടി വരത്തില്ല. പരവുള്ളെന്ന് പറയുന്നത് യഥേഷ്ടം കിട്ടുമല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ നയിച്ചവരല്ലേ, നയിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ ജനങ്ങളെ. ഇങ്ങനെ തന്നെ നയിക്കണം. ഒരാടെ 2 കാലും വെട്ടിയെടുത്തിട്ടാണ് നയിച്ചേക്കുന്നത്. ശ്രീ സദാനന്ദൻ ഇപ്പോഴും കാലില്ലാതെ നടക്കുകയാണ്. ആലോചിച്ചോ? അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. നയിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഞാൻ ചോദിച്ചത്, നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഈ രീതിയിലാണെങ്കിൽ ഇത് നന്നായിരിക്കും കേട്ടോ. ഇനി ഇതേപോലുള്ള ഭരണം വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്തുമാത്രം അപകടകരമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചോളൂ. ഞാൻ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതല്ല, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരരുത്, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇത് കമ്മ്യൂണിസം ഒന്നും അല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്.